ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റീനാസ് ഗുഡ് റെസിപ്പീസ്. ഇന്ന് നമ്മുടെ ചാനലിൽ കൂടെ ബേബി ജാക്ക് ഫ്രൂട്ട് ഇടിയഞ്ചക്ക വെച്ചിട്ടുള്ള നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് നോക്കുന്നത്. നോർത്ത് ഇന്ത്യൻ ഡിഷസിലെല്ലാം വളരെ പോപ്പുലറാണ് ബുർജികൾ. എഗ് ബുർജി, കോളിഫ്ലവർ ബുർജി, അങ്ങനെ പല ടൈപ്പുണ്ട്. ഇന്ന് നമുക്ക് ജാക്ക് ഫ്രൂട്ടും ബേബി ജാക്ക് ഫ്രൂട്ടും എഗ്ഗും ചേർത്തിട്ടുള്ള ഒരു ബുർജി തയ്യാറാക്കാം. ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോയുടെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്നുള്ള ഓപ്ഷനിൽ ഒന്ന് ടച്ച് ചെയ്യുക. അപ്പോൾ ഒരു ബെല്ലൈക്കൺ വരും, അതൊന്ന് ആക്ടിവേറ്റ് ചെയ്യുക. അപ്പോൾ ഓൾ എന്നുള്ള ഓപ്ഷൻ കാണും, അതുകൂടി ആക്ടിവേറ്റ് ചെയ്യുമ്പോഴാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് സമയത്ത് ലഭിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ബേബി ജാക്ക് ഫ്രൂട്ട് ഇടിയഞ്ചക്ക അതിൽ തന്നെ ഒരു രുചിയുള്ള ഒരു ഫല. അപ്പോൾ അതിലോട്ട് 1/4 ടീസ്പൂൺ വീതം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ചേർത്തിട്ട് ഒന്ന് വേവിക്കാൻ വെച്ചിരിക്കുകയാണ്. ഇത് കുറച്ചൊന്ന് വെന്ത ശേഷം നമുക്ക് അടുത്ത പ്രിപ്പറേഷനിലോട്ട് പോകാം. ഒന്ന് വെന്ത് വരട്ടെ. നല്ലതായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്ന് തണുത്ത ശേഷം മിക്സിയിലിട്ട് ഒന്ന് കറക്കിയെടുക്കണം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ വഴറ്റിയെടുക്കാനുണ്ട്. ഒരു സവോള, ഒരു ചെറിയ തക്കാളി, ഒരു പച്ചമുളക് എന്നിവ സ്ലൈസ് ചെയ്തിട്ടിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ നമുക്ക് ചതച്ചിടാം. ഞാനിവിടെ റെഡിമെയ്ഡായിട്ടുള്ള കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഒരു 1/2 ടീസ്പൂണൊക്കെ മാക്സിമം മതിയാവും. ഇത് നമുക്ക് കുറച്ച് മുളക് പൊടി, മീറ്റ് മസാല, ഇത് രണ്ടും ഓരോ ടീസ്പൂൺ വീതം ചേർത്ത് കൊടുക്കാം. പിന്നീട് നമുക്ക് ആ മിക്സിയിലിട്ട് പൊടിച്ച് വെച്ചിരിക്കുന്ന ബേബി ജാക്ക് ഫ്രൂട്ട് ഇടിയഞ്ചക്ക നമുക്കൊന്ന് ഇട്ടിളക്കാം. നല്ല രീതിയിൽ മസാലയൊക്കെ ഒന്ന് പിടിച്ച് വരണം. നമുക്ക് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പ് പിന്നെയും ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് നമ്മൾ 2 മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. മുട്ട നമ്മൾ മൊത്തത്തിലൊന്ന് ഉടച്ച് വെച്ച് കഴിഞ്ഞാൽ അത് മൊത്തത്തിലൊന്ന് മിക്സ്ഡപ്പ് ആവും. അപ്പോൾ ചെറിയ ചെറിയ പീസസ് പോലെ നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് നടുഭാഗത്ത് ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ടാക്കി അവിടെ എണ്ണ ഒഴിച്ച് കൊടുത്ത ശേഷം മുട്ട പൊട്ടിച്ച് ഒഴിക്കാം. അപ്പോഴാണ് അത് കുറച്ചുകൂടെ ഒന്ന് കുക്കായിട്ട് വരുന്ന ഒരു ചെറിയ പീസ് പോലെ നമുക്ക് കിട്ടുന്നത്. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന്. നന്നായിട്ടൊന്ന് കുക്കായി ചിക്കി പൊരിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് കുക്കായി വരട്ടെ. അതിനുശേഷം നമുക്ക് എല്ലാം കൂടെ മിക്സ് ചെയ്ത് കുക്ക് ചെയ്തെടുക്കണം. വളരെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിഷാണിത്. എല്ലാം ഒന്ന് മിക്സ്ഡപ്പായി വന്നിട്ടുണ്ട്. നമ്മൾ ടേസ്റ്റ് കൂടാൻ വേണ്ടി നമ്മൾ കുറച്ച് 1/4 കപ്പോളം നല്ല ഫ്രഷ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുകയാണ്. ഇതും കൂടി ചേർത്ത് ഇളക്കുമ്പോൾ നല്ലൊരു രുചിയാണ് നമ്മുടെ ഡിഷിന്. ഇതേത് ഡിഷിൻ്റെ കൂടെയും പോകുന്നൊരു ഇതാണ്. നമ്മൾ ചപ്പാത്തിയോ
ചോറോ ഏതായാലും നല്ലൊരു കോമ്പിനേഷനായിട്ടുള്ള ഡിഷാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷാണ്. ഫൈബർ റിച്ചാണ്. അതുപോലെ തന്നെ മുട്ട ചേർന്നേക്കുന്നതുകൊണ്ടൊക്കെ നല്ല ടേസ്റ്റിയാണ്. ഈ ചക്കയും ഇടിയും ചക്കയും ഒന്നും ഒരെണ്ണം പോലും നഷ്ടപ്പെടുത്താതെ പല ഐറ്റംസ് ഉണ്ടാക്കുക. നമുക്കറിയാം ചക്ക മൂത്ത് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് പെട്ടെന്ന് പഴുത്ത് അതെല്ലാം നഷ്ടമാവും. അപ്പോൾ ഇങ്ങനെ ഓരോരോ ചെറിയ ചെറിയ വെറൈറ്റി ഡിഷസ് നമുക്ക് നോക്കാം. എല്ലാവരും ട്രൈ ചെയ്യണം, ഫീഡ്ബാക്ക് അറിയിക്കണം. ചാനൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.